വെറും 2 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഒഴിച്ചുകറിയാണ് കേട്ടോ നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്ന മുളക് തൈര് കറി. ഒട്ടും തന്നെ തേങ്ങയോ തക്കാളിയോ തന്നെ നമ്മളിതിൽ ചേർക്കുന്നില്ല. ഇനി ഒഴിച്ചുകറി ഉണ്ടാക്കുമ്പോൾ തൈര് പിരിഞ്ഞു പോകുമെന്നുള്ള ഒരു ടെൻഷനേ വേണ്ട. അപ്പോൾ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഒരു ഊണ്. എൻ്റെ കൂട്ടുകാരെല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണം. വീഡിയോ ഇഷ്ടമായ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ചാനൽ കാണുന്നതെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോകാം. ഞാനിവിടെ 1.5 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. അത് ചെറിയൊരു മിക്സി ജാറിലിട്ടൊന്ന് അടിച്ചെടുത്ത് മാറ്റി വെച്ചതാണ് കേട്ടോ ഇത്. അതിനുശേഷം നമുക്കൊരു ചട്ടി അടുപ്പത്തേക്ക് വെക്കാം. ചട്ടിയൊക്കെ ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണയൊക്കെ നന്നായി ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് ആദ്യം തന്നെ 1 ടീസ്പൂൺ ഉലുവ ഇടാം. ഉലുവയൊക്കെ നന്നായി പൊട്ടി വന്നതിന് ശേഷം നമുക്ക് 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. ഇനി നമ്മുടെ ഉലുവയുടെ നിറമൊക്കെ മാറി വന്നിട്ടുണ്ടാവും. ഈ സമയം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. അതിനുശേഷം നമുക്കൊരു ചെറിയ കഷ്ണം ഇഞ്ചി കുഞ്ഞായി അരിഞ്ഞത് ഞാനിപ്പോൾ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 5 അല്ലി വെളുത്തുള്ളി സ്ലൈസ് ചെയ്തത് നമുക്കിതിലേക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു 7 അല്ലി കുഞ്ഞുള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ് കേട്ടോ. അങ്ങനെ കുഞ്ഞുള്ളി കൂടി ചേർത്തിട്ട് നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ സമയം ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതിയാവും. ഇനി ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില, നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില തന്നെ ആയിക്കോട്ടെ, അതുകൂടി ചേർത്ത് എരിവിനും ഒരല്പം എരിവ് കൂടുതലും ഇരുന്നോട്ടെ. ഇപ്പം ഞാൻ നല്ല എരിവുള്ള പച്ചമുളക് ഇവിടെ ചേർത്തിട്ടുണ്ട്. പച്ചമുളക് ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് ചെറുതായിട്ടൊന്ന് കീറി കൊടുത്തിട്ട് വേണം കേട്ടോ ഇടാനായിട്ട്. ഇല്ലെങ്കിൽ നമ്മുടെ പച്ചമുളക് എണ്ണയിൽ കിടന്ന് പൊട്ടിത്തെറിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നടുവേ ഒന്ന് വരഞ്ഞിട്ട് വേണം നമുക്ക് പച്ചമുളക് നമ്മുടെ ഈ ചൂടായ ചട്ടിയിലേക്കും എണ്ണയിലേക്കും ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ പച്ചമുളകൊക്കെ ഒന്ന് വാടി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒരു നന്നായി കഴുകിയെടുത്തൊരു ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കല്ലുപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്ത് നമ്മുടെ തൈര് കൂടി ഞാൻ ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഇന്ന് വരെ ഒരു മോരുകറി ഉണ്ടാക്കിയിട്ടില്ലാത്തവർക്ക് പോലും ഇത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന വളരെ രുചികരമായിട്ടുള്ള ഒരു ഒഴിച്ചുകറിയാണ് കേട്ടോ. കാണുന്നത് പോലെ തന്നെ കഴിച്ചാലും മതിയാകാത്ത ഈ മുളക് തൈര് കറി ഊണിനൊക്കെ കഴിക്കാൻ എന്ത് രുചിയാണെന്നറിയാമോ? കല്ലുപ്പ് നന്നായി അലുക്കുന്നത് വരെ നമുക്ക് ഇതേപോലെ തവി വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഈ സമയം കൊണ്ട് നമ്മുടെ പച്ചമുളക് നന്നായി വാടി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് അല്പം പൊടികൾ ചേർക്കാം. ആദ്യം തന്നെ നമുക്ക് 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഈ മഞ്ഞൾപ്പൊടിയാണ് നമ്മുടെ കറിക്കൊരു നല്ല മഞ്ഞ നിറം നൽകുന്നത്. അപ്പോൾ 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അതിന് ശേഷം നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരല്പം ഇടിച്ച മുളകാണ്. അത് ഞാനിവിടെ 2 ടീസ്പൂണോളം ചേർക്കുന്നുണ്ട്. എരിവ് കുറവ് മതിയെങ്കിൽ നമുക്ക് 1 ടീസ്പൂൺ ചേർത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മാത്രം നമ്മുടെ കായപ്പൊടിയും കൂടി ചേർക്കാം. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. മുളക് പൊടി കൂടി ചേർത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ എല്ലാ പൊടികളും അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഒരു 30 സെക്കൻഡ് വഴറ്റി കൊടുത്താൽ മതിയാവും. അതിന് ശേഷം നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ തൈര് ഇവിടെ ചട്ടിയിൽ തയ്യാറായിട്ടിരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ മുകളിലേക്ക് നമ്മളിപ്പോൾ കടുക് വറുത്തതും അതിൻ്റെ കൂട്ടും എല്ലാം കൂടി നമുക്ക് ഒന്നിച്ച് ഇതിൻ്റെ മുകളിലേക്ക് ഇടാം. അതിനുശേഷം തവി കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ മുളക് തൈര് കറി തയ്യാറായിട്ടുണ്ട്. ഈ ഒരു കറി മാത്രം മതി നമുക്ക് ഊണ് വയറ് നിറച്ച് കഴിക്കാനായിട്ട്. അത്രയും രുചികരമാണ്. കാണുന്ന പോലെ തന്നെ വളരെ രുചികരമായിട്ടുള്ളൊരു ഒഴിച്ചുകറി തന്നെയാണ്. തൈര് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു നേരിയ പുളിയുള്ള തൈരായിരിക്കും നല്ലത്. ഈ സമയം ഉപ്പൊക്കെ പാകമാണോ എന്നൊന്ന് നോക്കണം കേട്ടോ. ഞാനിവിടെ കല്ലുപ്പ് ഇട്ടതുകൊണ്ട് എനിക്ക് കൃത്യം പാകം ഉപ്പായിരുന്നു എൻ്റെ തൈരിന് വന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നീട് ഉപ്പൊന്നും ചേർക്കാതിരുന്നത്. അപ്പോൾ നമ്മുടെ മുളക് തൈര് കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഉറപ്പായി നിങ്ങൾ ലൈക്കും കമൻറ്റും ചെയ്തേക്കണേ. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ചാനൽ കാണുന്നതെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. ഈ കറി ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ 1 മണിക്കൂറെങ്കിലും നമ്മളൊന്ന് വെക്കണം കേട്ടോ. എന്നാലാണ് ആ തൈരിൻ്റെ പുളിയും ആ ഉപ്പുമല്ല പച്ചമുളകിലേക്ക് നന്നായി പിടിക്കത്തുള്ളൂ. അപ്പോൾ ഊണ് കഴിക്കണതിന് 1 മണിക്കൂർ മുന്നേ ആയിട്ട് നിങ്ങൾ ഈ കറി ഉണ്ടാക്കി വെക്കണേ. അതിനുശേഷം നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ ഒഴിച്ച് പിന്നെ ഈ മുളകൊക്കെ പൊട്ടിച്ച് ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോൾ അതൊരു പ്രത്യേക രുചി തന്നെയാണ്.
1-2 ദിവസമൊക്കെ ഇത് നമുക്ക് പുറത്ത് തന്നെ വെക്കാം, അടുക്കളയിൽ തന്നെ വെക്കാം റൂം ടെമ്പറേച്ചറിൽ. അതിനുശേഷം നമുക്ക് ഫ്രിഡ്ജിലൊക്കെ വെച്ച് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ വെക്കാം, പിന്നെ ഓഫീസിലൊക്കെ പോകുന്നവർക്കും ഇത് നമുക്ക് കൊടുത്തു വിടാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഊണ് വിളമ്പിയാലോ? ചൂട് ചോറിൻ്റെ കൂടെ നമ്മുടെ തൈര് മുളക്. ഇതിപ്പോൾ ഞാൻ കറി ഉണ്ടാക്കിയിട്ട് 1.5 മണിക്കൂർ വെച്ചതിന് ശേഷമാണ് കേട്ടോ ഞാനിപ്പോൾ ചോറിൻ്റെ മുകളിലേക്ക് ഇത് ഒഴിക്കുന്നത്. ഇതാ കണ്ടില്ലേ, ഈ ഒരു കറി മാത്രം മതിയോ നമുക്ക് നല്ലൊരു ഊണ് കഴിക്കാനായിട്ട്, അത്രയും രുചിയാണ്. പിന്നെ നമ്മളിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് വഴുതനങ്ങ മെഴുക്ക് വരട്ടിയാണ്. ഈ മെഴുക്ക് വരട്ടിയുടെ റെസിപ്പി ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. പിന്നെ നമുക്ക് പപ്പടം കാച്ചിയതും കൂടി ഉണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഈ മുളക് ഇതേപോലെ പൊട്ടിച്ച് കഴിക്കാൻ നല്ല രുചിയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇച്ചിരി പച്ചമുളകും തൈരും ഉണ്ടെങ്കിൽ ഈ റെസിപ്പി ട്രൈ ചെയ്യാനായിട്ട് മറക്കല്ലേ. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ അതുവരെയും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ഹാപ്പിനെസ്, സ്റ്റേ ഹെൽത്തി ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.